ഹായ്, ഞാൻ ചെറി. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് തിരുമലയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തിരുമല രാമചന്ദ്രൻ്റെ അടുത്തായിട്ടും അതേപോലെ തന്നെ എബ്രഹാം മെമ്മോറിയൽ AMHS എന്നുള്ള തിരുമല സ്കൂളിൻ്റെയും ഭാഗത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ഹൗസ് ബോട്ടാണ്. അപ്പം ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ മാറി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഹൗസ് ബോട്ട് പോകേണ്ട ഒരു വഴി വരുന്നത്. അപ്പോൾ ആ വഴി വിളിക്കുന്ന പേരെന്ന് പറയുമ്പോൾ കുന്നമ്പുഴ റോഡിലോട്ടാണ് നമ്മുടെ ഹൗസ് ബോട്ട് ഉള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. തിരുമല രാമചന്ദ്രൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ഒരു റൈറ്റ് എടുത്ത് സ്ട്രെയിറ്റ് വരുമ്പോഴത്തേക്കാണ് കുന്നമ്പുഴ റോഡ് കാണുന്നത്. അപ്പോൾ ഇതാണ് കുന്നമ്പുഴ റോഡ്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പാപ്പനംകോട് അവിടെ ചെന്നെത്തും. സോ നമ്മുടെ ഈ പറയുന്ന ഹൗസ് ബോട്ട് വരുന്നതെന്ന് പറയുമ്പം ഭാരത് പെട്രോളിയത്തിൻ്റെ ആ ഭാഗത്തൊരു ഭാരത് പെട്രോളിയം ഉണ്ട്. ഭാരത് പെട്രോളിയത്തിൻ്റെയും ട്രാൻസ്ഫോമർ ഉണ്ട് ഇവിടെ. ഈ ട്രാൻസ്ഫോമറിൻ്റെ നടുക്കായിട്ടുള്ള വഴി ജയ്നഗർ എന്നാണ് ഈ വഴിയുടെ പേര്. ഈ ജയ്നഗർ എന്ന് പറയുന്ന വഴിയുടെ അകത്തേക്കാണ് നമ്മുടെ ഹൗസ് ബോട്ട് ഉള്ളത്. ഒരു 250 മീറ്ററിനപ്പുറമാണ് നമ്മുടെ ഹൗസ് ബോട്ട് ഉള്ളത്. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, 250 ഡിസ്റ്റൻസ് ഉണ്ട്. അത്യാവശ്യം കാറ് കയറുന്ന വഴിയാണ്, ടാറിട്ട റോഡാണ്. നമുക്ക് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വീട്. ഇപ്പം ഈ ഒരു ഭാഗത്തുനിന്ന് പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് വന്നൊരു വളവുണ്ട്. ആ ഒരു വളവ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വീട് ഇതാണ്. സോ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. ഇതാണ് ഗേറ്റ്. സോ സ്ലൈഡിങ് ഗേറ്റൊന്നും അല്ല, നോർമലി പുഷ് ചെയ്ത് തുറക്കുന്ന ഗേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ കാർ പോർച്ചിങ് ആണ്. ഇതാണ് നമ്മുടെ കാർ പോർച്ചിങ് ഏരിയ. ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു വലിയൊരു കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് വേറെ 2 കാറുകളും കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഓൾറെഡി എനിക്കൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പം ഇതൊരു 90% പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട് കൂടിയാണ്. അപ്പോൾ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഷൂട്ടും കാര്യം നടക്കുന്നത്. അപ്പം ഇതൊരു ഇൻ്റർലോക്ക് ഇട്ട തറയാണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു ഗ്യാപ്പിൽ ഇവരൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഗ്രാസും കാര്യം വെച്ച് ഫില്ല് ചെയ്ത് വരുവാണ്. നമുക്കിത് ബാക്കിലോട്ടുള്ളൊരു ഏരിയയാണ്. അത്യാവശ്യം കോൺക്രീറ്റ് ഇട്ട തറയാണ്. ബാക്കിലോട്ടുള്ള ഏരിയ പറയുമ്പോൾ കോൺക്രീറ്റ് ഇട്ടൊരു തറയാണ്. നല്ല രീതിക്കും വിശാലമായിട്ടുള്ളൊരു ഏരിയ, നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ എന്ത് വേണോ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസും കാര്യങ്ങളും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിൽ നിന്ന് അകത്തുനിന്ന് പുറത്തോട്ടുള്ള വരാനായിട്ടൊരു വഴിയാണ്. പിന്നെ എല്ലായിടത്തുനിന്നും ഒരു വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം ഈ ഒരു സിലിണ്ടർ നമുക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് അകത്ത് കീപ്പ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ 2 സിലിണ്ടർ നമുക്ക് വേണമെങ്കിൽ അറ്റ് എ ടൈം ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് പോവാം. ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്ന ഏരിയ. സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് ഡോർ നോക്കാം. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പ്രീമിയം ഡോർ തന്നെയാണ് ഇവരിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ടൈലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട് ടൈല് കാണാൻ. സീരിയസ്ലി നല്ല രസമുണ്ട് ടൈല് കാണാനായിട്ട്. ആ ഒരു ഡിസൈൻ തന്നെ ഒരു ഗോൾഡൻ്റെയും ഒരു വൈറ്റ് ഒരു ഗ്രേ എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ നമുക്ക് കാണുന്നത്. സോ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയ വന്നിട്ട് നോർമലി നമുക്ക് TV വെക്കേണ്ട ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം ഈ ഒരു ഡിസൈൻ നല്ല രസമുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രോസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അത് മാത്രം നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാം നമുക്ക് എന്തൊക്കെ വെക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു ഏരിയയാണ്. നല്ല പ്രീമിയം സ്വിച്ചും കാര്യങ്ങളുമാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. 90% പണി നടന്നു കഴിഞ്ഞൊരു വീടും അത് മാത്രമല്ല ഒരു 10% പൂർത്തീകരിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഈ മെസ്സിനെസ് ഒക്കെ ഇവിടെ ഉണ്ട്. പെയിൻറ്റും കാര്യങ്ങളാണ്. ഇതൊരു റൂമാണ്. സോ ഇതാണ് ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് റൂം എന്ന് പറയുമ്പം അത് നല്ലൊരു പ്രീമിയം വാഷ്റൂമാണ്. PVC ഡോറാണ്. പ്രീമിയം ആയിട്ടുള്ള ക്ലോസറ്റും അതിനോടൊപ്പം തന്നെ വാഷ് ബേസിനും ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫുൾ ഓവർവ്യൂ എന്ന് പറയുമ്പം. പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഏരിയ ഫുൾ നമ്മുടെ ഡൈനിങ് ഏരിയ. അതിനോടൊപ്പം ഇവിടെ വാഷ് ബേസിനുണ്ട്. പിന്നെ അത് മാത്രമല്ല സ്റ്റെയറിൻ്റെ താഴെ തന്നെ നമുക്ക് നോക്കുമ്പം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഡ്രോസും കബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കബോർഡാണ്. നല്ല രീതിക്ക് സ്പേഷ്യസ് ആണ് കബോർഡ്. അത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അടിയിൽ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കബോർഡ് താഴെയുണ്ട്. സോ ഇവിടെ ഈ ഒരു ഏരിയ ഫുൾ നമുക്ക് കബോർഡും കാണാം. അതിനോടൊപ്പം സ്റ്റെയർ ഉണ്ട്, നമ്മുടെ ഒരു വാഷ് ബേസിനുണ്ട്. സോ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ
സീരിയസ്ലി ഇതേ ഇവിടെ നമുക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ കബോർഡ്സ് ഫുള്ളി കബോർഡാണ്. എന്ത് പറഞ്ഞാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡും കാര്യങ്ങളും ഉണ്ട്. നല്ല വെറൈറ്റിയിലാണ് ഇവർ ചെയ്തേക്കുന്നത്. ഫുള്ളി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫുള്ള് കബോർഡാണ്. പിന്നെ നല്ലൊരു വാഷ് ബേസിൻ, അതേപോലെ തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കബോർഡുണ്ട്. ഈ ഒരു പൈപ്പ് ഇരിക്കുന്നുണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഈ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഏരിയയിലോട്ടാണ് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സ്റ്റെയറിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ കണ്ണിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പം ഈ ഒരു വാൾ കുട്ടി വെച്ച് ഇവർ ചെയ്തേക്കുന്ന ഒരു ആർട്ടുണ്ട്. നല്ല രസമുണ്ട്, സീരിയസ്ലി നല്ല രസമുണ്ട്. ആ ഒരു പാറ്റേൺ നല്ല രസമുണ്ട്. സോ നമുക്കിനി വേഗമായിട്ട് പോവാം. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയറിൻ്റെ ഈ ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. അതായത് സ്റ്റെയറിലെ കൈവരിയുടെ ചേർന്ന് ഒരു ഗ്ലാസിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ല രസമുണ്ട്. സോ ഇവിടം വരെ ആ പറയുന്ന വോളാട്ട് ഫുള്ളി ഉണ്ട് കേട്ടോ. ഇവിടം വരെ ഉണ്ട് ആ ഒരു വോളാട്ട്. സോ നമുക്ക് ആദ്യം ഈ ഒരു ഇവിടെ നല്ല രീതിക്ക് സ്പേഷ്യസ് ആണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല രീതിക്ക് സ്പേഷ്യസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണി നടക്കുന്നതുകൊണ്ടായിരുന്നു വയറിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് കൊടുക്കത്തുള്ളൂ. നമുക്ക് ഈ റൂമിലേക്ക് പോകാം. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. നല്ല സ്പേസും കാര്യമുണ്ട്. സോ നോർമലി വാഷ്റൂം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രീമിയം വാഷ്റൂമാണ്. ഈവൻ പ്രീമിയം ആയിട്ടുള്ള ക്ലോസറ്റും അതിനോടൊപ്പം തന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ്. ഹീറ്റർ വെക്കേണ്ട സൗകര്യം നമുക്ക് ഓൾറെഡി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ കാര്യം പറയേണ്ട PVC ഡോർസാണ്. സോ സെക്കൻഡ് റൂമാണിത്. സോ നല്ല രീതിക്കും സ്പേഷ്യസ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ. പിന്നെ അത് മാത്രമുള്ളൊരു വ്യത്യാസം എന്ന് പറയുമ്പം അവിടെ ഡ്രസ്സിങ് ടേബിളാണ്. സോ നമുക്ക് ആവശ്യമുള്ള ലൈറ്റിങ്സും കാര്യങ്ങളും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവിടെ. അത് മാത്രമേ നമുക്ക് എന്തെങ്കിലും വെക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് PVC ഡോറും അതേപോലെ തന്നെ വാഷ്റൂം ലൈക്ക് ക്ലോസറ്റ് ആയിരുന്നാലും ഈ പറയുന്ന വാഷ് ബേസിനായിരുന്നാലും നല്ല രീതിക്ക് പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ച് തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിങ് ടേബിളിൽ വരുമ്പോഴത്തേക്കും കബോർഡ്സും കാര്യങ്ങളുണ്ട്. ഒരു ഡ്രോയർ വരുന്നുണ്ട്. ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രോയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കബോർഡും വരുന്നുണ്ട് കൂടെ. നല്ലൊരു സ്പേഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം. സോ ഇത് ടെറസിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഡോർ തന്നെയാണ് ബാൽക്കണിയിലും. ഇതാണ് നമ്മുടെ ബാൽക്കണി. അതേപോലെ തന്നെയുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സ്പേസും കാര്യങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും കണക്റ്റഡ് ആണ് രണ്ടും. ഒരു വ്യത്യാസം ഒരു ചെറിയൊരു മതിലിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മേലത്തെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ. പിന്നെ ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ലൈക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ കൊടുത്ത് പൈപ്പും കാര്യം നമുക്കിവിടെ കണക്ട് ചെയ്യാം. അത് മാത്രമല്ല സ്വിച്ച് ബോർഡ് ഉണ്ട്. സോ നമ്മുടെ ടെറസാണിത്, വീടിൻ്റെ ടെറസാണിത്. സോ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു 750 ലിറ്റേഴ്സിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടെറസ് തന്നെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ലൊക്കാലിറ്റി ഫുൾ നല്ല രീതിക്ക് കാണാൻ പറ്റും. തൊട്ടടുത്ത് ഫുൾ വീടുകളും കാര്യങ്ങളുമാണ്. ഏരിയ ഫുൾ വീടുകളും കാര്യങ്ങളുമാണ്. ഇത് തന്നെയാണ് നമ്മുടെ ടെറസിൻ്റെ വിശേഷം. സോ 4.1 ആണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. ഒരു സെൻറ്റ് വരുന്നത് 4.1 സെൻറ്റാണ് വരുന്നത് വീടിരിക്കുന്നത്. സോ 1550 സ്ക്വയർ ഫീറ്റ് വരുന്നത്. സോ 3 BHK ആണ്. അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പം 80 ലക്ഷം രൂപയാണ്. സോ 80 lakhs rupees ആണ് ചോദിക്കുന്നത്. പിന്നെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അത് മാത്രമല്ല താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പർ, ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ഓണറെ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.